മാസ്ക്യൂട്ടാ, ഇന്ന് നമ്മൾ ബോസിനോട് ആ കാര്യം പറയേണ്ട സമയമായി കഴിഞ്ഞു. അതായത് ലോകത്തുള്ള ആരുടെയും മാസ്ക് നിനക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നീ പറയണം. വേഗം വരൂ, ബോസിന്റെ മാസ്ക് റെഡിയാക്ക്. ഞാനത് റെഡിയാക്കി കഴിഞ്ഞു ടിംബക്ടു. ഇതാ പിടിച്ചു നിന്റെ ബോസ് മാഡ് മാക്സിന്റെ മാസ്ക്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് തടിച്ചു പോയത്? ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഞാനല്ല ഇത്. എനിക്കെങ്ങനെയാ കൊടവേർ വന്നത്? നിങ്ങളിപ്പോ ഫാറ്റ് ആയി പോയി ബോസ്. വെരി വെരി ഫാറ്റ്. She is right, boss. She is right. ഇത് ടിംബക്ടുവിന്റെ ശബ്ദമാണല്ലോ. അവൻ എന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നെ ഒരുപാട് കളിയാക്കും. പക്ഷേ ബോസ്, എനിക്ക് എന്റെ റിഫ്ലക്ഷൻ മിററിൽ കാണാൻ പറ്റുന്നില്ലല്ലോ. നീ അത്രയ്ക്ക് സ്ലിം അല്ലേ, അതുകൊണ്ടാണ് നിനക്ക് നിന്റെ റിഫ്ലക്ഷൻ മിററിൽ കാണാൻ കഴിയാത്തത്. താങ്ക് യു ബോസ്, താങ്ക് യു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മിറർ എങ്ങനെയാണ് പറയുന്നത്? സംതിങ് ഈസ് റോങ് ബോസ്. മിയാവ്. She is right, boss. She is right. അത് ടിംബക്ടു ആണല്ലോ. പക്ഷേ മുഖം എന്റേതാണ്. ഇതെങ്ങനെ സംഭവിച്ചു? മനസ്സിലാവുന്നില്ല. ഇതെന്ത് കളിയാണ് ടിംബക്ടു? നീ എന്നെ ഒരു നിമിഷം പേടിപ്പിച്ച് കളഞ്ഞു. എന്റെ മാസ്ക് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ബോസ്, ഇവനാണ് ബോസ് സർ മാസ്ക്യൂട്ട. ഇവനെ കൊണ്ട് ലോകത്തുള്ള ആരുടെ മാസ്ക് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഇത് കണ്ടോ ബോസ്, ഇവൻ വേറൊരാളുടെ മാസ്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഇത്? അറ്റാക്ക്! ഇതുപോലെ അവനെ ഓടിക്കണമെന്ന് ഞാൻ കുറെ നാളായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. മിസ്റ്റർ മാസ്ക്യൂട്ടർ, വീറിന്റെ മാസ്ക് അണിഞ്ഞുകൊണ്ട് സിറ്റിയിൽ പോയി ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ജനങ്ങളെയെല്ലാം ഭീതിപ്പെടുത്തി വീറിനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം. അതിനുശേഷം വീർ എന്റേതായി മാറും. എങ്ങനെയുണ്ട് എന്റെ ഈ പ്ലാൻ? You are genius boss. Super duper genius. She is right, boss. She is right. പക്ഷെ ഒരു കാര്യം മനസ്സിലാകുന്നില്ല, എന്റെ തലയിൽ എന്താണ് ഇത്തരത്തിലുള്ള ഐഡിയകളൊന്നും ഉദിക്കാത്തത്? വീർ, ഇവിടെ എന്തുമാത്രം പഴയ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഈ ലാമ്പ് കണ്ടോ? ഇതിന്റെ അകത്ത് ജിന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞാൻ ഇതൊന്ന് തേച്ച് നോക്കട്ടെ. എല്ലാ ലാമ്പിനകത്തും ജിന്നുണ്ടാവണമെന്നില്ല. അത് റോഡിലാരോ വലിച്ചെറിഞ്ഞ ഒരു പഴയ ലാമ്പാണ്. അത് ആരോ എടുത്തോണ്ട് വന്ന് മ്യൂസിയത്തിൽ വെച്ചിരിക്കുക. അങ്ങനെയല്ല ചിണ്ടു, ഈ ലാമ്പ് കണ്ടിട്ട് ഏതാണ്ട് 1000 വർഷം പഴക്കമുള്ള പോലെ തോന്നുന്നു. ഒരു പക്ഷേ ഇതിനകത്തും ജിന്നുണ്ടാകും. ഈ ലാമ്പും നിന്റെ ലാമ്പ് പോലെയുള്ളത്. എനിക്ക് ലാമ്പ് കാണുമ്പോ തോന്നുന്നത് അത് കണ്ടോ, അത് അനങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തെന്നാൽ, നിനക്ക് തോന്നുന്നതൊക്കെ വിട്ടേക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ഈ പണ്ടാർ ലാമ്പ് മ്യൂസിയത്തിലല്ല ഇരിക്കേണ്ടത്, ഏതെങ്കിലും ഡസ്റ്റ്ബിന്നിലാ. ചെൻട്ടോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്തെങ്കിലും പറയുന്നതിന് മുമ്പൊന്ന് ആലോചിച്ചിട്ട് പറയാ. എന്ത് വാക്കാ നീ പറഞ്ഞത്? ലാമ്പിന്റെ കാര്യം പറഞ്ഞ് നിങ്ങളെല്ലാരും കൂടി എന്നെ പേടിപ്പിക്കുകയാണോ? ജിന്നുണ്ടെന്ന് പറയാ, എനിക്കൊരു ജിന്നിനെ പേടിയില്ല. ഈ പഴയ പണ്ടാര ലാമ്പിൽ നിന്ന് എന്താ ഇത്? ജിന്ന് പുറത്തേക്ക് വന്നോ? നിങ്ങളെന്താ ആദ്യം എന്നോട് പറയാതിരുന്നത്? എന്താടാ തടിയാ, നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്റെ ധിക്കാരമൊക്കെ എവിടെ പോയി? എന്നെ കുറിച്ച് ഇനി കളിയാക്കൂടാ തടിയാ. സോറി അങ്കിൾ, സോറി, അറിയാതെ പറഞ്ഞു പോയതാ. നീ ഒരു തെറ്റ് ചെയ്തു പോയി. ഇനി അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. അടക് പടക് ലടക് ചടക്. ഈ ചിണ്ടുവിനെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്ക്. വീർ, രക്ഷിക്കൂ വീർ. ജിന്നങ്ങൾ സോറി, ചിണ്ടു അറിയാതെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയതാ. അവന് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അവൻ ശരിക്കും ഒരു പാവമാണെങ്കിൽ അവൻ നല്ലവനാണ്. അവനെ തിരിച്ചു കൊണ്ടുവന്നേക്ക് പ്ലീസ്. ഇനി അവൻ ഒരിക്കലും തിരിച്ചു വരികയില്ല. അവൻ എന്നെ കളിയാക്കി അപമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ എല്ലാരും താങ്കളെ ബഹുമാനിക്കുകയാണ്. ഞങ്ങൾ ഈ ലാമ്പിനെ കുറിച്ച് പ്രശംസ
അതെ, ഇപ്പൊ നീ പറഞ്ഞതും ശരിയാണ്. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാരൻ ജിണ്ടുവിനെ തിരികെ കൊണ്ടുവരാൻ ഞാൻ ഒരവസരം കൂടി നിങ്ങൾക്ക് തരാം. ആദ്യം നിങ്ങൾ അവനെ തേടി കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവനെ തിരികെ കിട്ടൂ. അടക് പടക് ലടക് ചടക്. നിങ്ങളുടെ കൂട്ടുകാരൻ എവിടെയാണോ അവിടെ നിങ്ങളും ചെല്ലട്ടെ. ഇത് നമ്മുടെ ഫുർസത്ത് കാഞ്ചാണല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ ചിണ്ടുവിനെ ഫുർസത്ത് കാഞ്ചിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് സ്വന്തമായ ഫുർസത്ത് ഗഞ്ചാണ്. എന്റെ മാജിക് സാമ്രാജ്യമായ ഫുർസത്ത് ഗഞ്ച്. ഇവിടെയുള്ളവരെല്ലാം നിന്റെ എതിരാളികളും എന്റെ കൂട്ടുകാരുമാണ്. ഓരോ മനുഷ്യരും മാജിക്കൽ പവേഴ്സ് ഉള്ളവരാണ്. ഓരോ സാധനവും മാജിക് കൊണ്ടുണ്ടാക്കിയതാണ്. നിനക്കാണെങ്കിൽ ഇപ്പോ വെറും 1 മണിക്കൂറേ സമയമുള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ നീ അവനെ കണ്ടെത്തിയില്ലെങ്കിൽ ഇനി ഒരിക്കലും നിനക്ക് അവനെ തേടി കണ്ടെത്താനാവില്ല. ഫുർസത്ത് കഞ്ച് മുഴുവൻ വളരെ വ്യത്യസ്തമായ ഒരു രോഗം പടർന്നിരിക്കുന്നു. കാരണം എന്തെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇത് ഏതു തരം രോഗമാണെന്നറിയില്ല. ഡോക്ടേഴ്സും ആകെ കൺഫ്യൂസ്ഡ് ആണ്. സയന്റിസ്റ്റ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, എന്താണെന്ന് അറിയില്ല. ഇന്നലെ രാത്രി മുതൽ എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടുമില്ല. വണ്ടിക്കാണെങ്കിൽ വായ അടയ്ക്കാനും പറ്റുന്നില്ല. ചില സമയം കൊതുക്, ചില സമയം ഈച്ച, മാറി മാറി അവന്റെ വായിക്കകത്ത് പൊയ്ക്കൊണ്ടേ ഇരിക്കുക. ഡോക്ടർമാർക്ക് പോലും ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് നോക്കിയേ, അച്ഛന്റെ കൈ തൂങ്ങി കിടക്കുന്നത് കണ്ടോ? ഇതേപോലെ സിറ്റിയിലുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ ടിവിയിലും അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആ കേട്ടോണ്ടിരുന്നത്. ഞാനത് കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഏതുതരം രോഗമായിരിക്കും അത്? ഈ രോഗം ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് മധ്യസാഗരത്തിന്റെ കാലു ദ്വീപിലാ ഉണ്ടായത്. പിന്നെ ഇത് എങ്ങനെ ഇങ്ങോട്ട് വന്നത് അപ്പൂപ്പ? ഏതെങ്കിലും ദേശാടന പക്ഷികൾ കൊണ്ടുവന്നതായിരിക്കും. പക്ഷികൾ ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തേക്ക് സഞ്ചരിക്കുന്നവയാണ്. അപ്പോൾ അവറ്റകളുടെ കാലുകളിൽ ജെംസും ബാക്ടീരിയയും ഒക്കെ ചേർന്നിങ്ങി പോരും. ആ കാലത്തിൽ ഇതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്? അവിടെയുള്ള ഒരു ലോക്കൽ ഡോക്ടർ ഇതിനുള്ള ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രീറ്റ്മെന്റ് ഈ പൂവിനകത്താ. ഈ പൂവിന്റെ ഇതളുകൾ രോഗി കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ എസൻസ് എടുത്ത് കുടിക്കുകയോ ചെയ്താൽ ഈ രോഗം പെട്ടെന്ന് തന്നെ ഭേദമാകുന്നതാണ്. പക്ഷെ അപ്പൂപ്പ, ഇതൊക്കെ 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ? ഇപ്പോ ആ പൂവ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അത് നമ്മൾ അവിടെ ചെന്ന് നോക്കിയാലേ അറിയാൻ പറ്റൂ. വീർ, നിങ്ങൾ എല്ലാവരും സ്പേസ് ഷിപ്പിൽ ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കണം. അപ്പൂപ്പ, ഞാൻ പറക്കാനുള്ള ചിറകും എടുത്തോണ്ട് പോവുകയാണ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്പേസ് ഷിപ്പ് ഇല്ലാതെ തന്നെ ചുൾബുലിന് പറക്കാൻ ആഗ്രഹം തോന്നിയാലോ? നീ പറഞ്ഞത് ശരിയാണ് വീർ. ടോട്ടൽ പ്ലാനിങ്ങോടെ വേണം നിങ്ങൾ ഇവിടെ ഇറങ്ങാൻ. സുന്ദരമായ ഐലൻഡ് അല്ലേ? ഇവിടെയുള്ള പക്ഷികൾക്ക് പോലും എന്ത് ഭംഗിയാ. സംഗതിയെല്ലാം കൊള്ളാം, പക്ഷേ നിക്ക്, ആദ്യം ഞാൻ അവരോട് സംസാരിച്ചു നോക്കട്ടെ. ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് അവർ നമ്മുടെ കൂട്ടുകാരായാലോ? ഞങ്ങൾ നിങ്ങളോട് സൗഹൃദം പുലർത്താൻ വന്നതാണ്. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. എമിലി, ഇന്ന് ചുൾബുളിന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ അത് അവന് തന്നെ ഓർമ്മയില്ല. എമിലി, നമുക്ക് ചുൾബുളിന് ഒരു സർപ്രൈസ് പാർട്ടി കൊടുത്താലോ? യെസ് വീർ, ചുൾബുളും നമ്മുടെ സർപ്രൈസ് പാർട്ടി കണ്ട് ഒരുപാട് സന്തോഷിക്കും വീർ. സംസാരിച്ചോണ്ടിരുന്ന രണ്ടുപേരും എന്താ പെട്ടെന്ന് സൈലന്റ് ആയത്? ഇപ്പൊ എന്താ മേലോട്ടേക്ക് പോകുന്നത്? എന്റെ ഡോങ്കി സെൻസ് പറയുന്നു ഇവര് രണ്ടുപേരും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്നാണ്. ഒന്നുമില്ല. നിങ്ങള് സംസാരിച്ചോ? നിങ്ങള് സംസാരിക്കുന്ന കാര്യം ഞാൻ ആലോചിച്ച് കണ്ടുപിടിക്കാം. എനിക്ക് തോന്നുന്നത് അവൻ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്തോ മറയ്ക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്നു. വാ വീർ, നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാം. ആദ്യം വെറും സംശയമായിരുന്നു, ഇപ്പോഴും എനിക്കത് കൺഫേം ആയിരിക്കാണ്. അവരെന്നോട് പറയാതെ എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട്. ചിണ്ടു,
വീറും എമിലിയും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുകയാണ്. എനിക്കത് മറിഞ്ഞു നിന്ന് കേൾക്കാനുള്ള ശക്തി ഇതാ. വളരെ ദൂരത്തിനുള്ള കാര്യം പോലും എനിക്ക് കേൾക്കണം. എന്റെ ഹിയറിംഗ് കപ്പാസിറ്റി 100 മടങ്ങ് അധികമാക്ക്. വേണ്ട 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 1000 മടങ്ങ് അധികമാക്ക്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും കേൾക്കണം. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് അറിയണം. ഓക്കെ ചുൽബുൽ. അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. മതി നിർത്ത്. നിന്റെ മാജിക് തിരിച്ചെടുത്തോ. എന്റെ ചെവിക്കല് പൊട്ടി ചോര പൊടിയെന്നാണ് തോന്നുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ശബ്ദങ്ങൾ ഒരുമിച്ച് കേട്ടാൽ വീടിന്റെ എമിലിയുടെയും വോയിസ് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ചെണ്ടോ, വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേ. എനിക്ക് എമിലിയും വീരും സംസാരിക്കുന്നത് മാത്രം കേട്ടാൽ മതി. പക്ഷെ അവരറിയരുത്. ഇന്നാ പിടിച്ചോ, ഇതാണ് ഇൻവിസിബിൾ ഷോൾ. ഇതെടുത്ത് നീ മൂടിക്കഴിഞ്ഞാൽ വീറിന് നിന്നെ കാണാനേ പറ്റില്ല. നിനക്ക് അവന്റെ അടുത്ത് തന്നെ ഇരുന്നുകൊണ്ട് അവൻ സംസാരിക്കുന്നതെല്ലാം കേൾക്കാൻ പറ്റും. താങ്ക് യു ചിന്റു. ഞാൻ കേക്കും സ്വീറ്റും ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ചുൾബുളിന് വേണ്ടിയിട്ട് വളരെ സ്പെഷ്യലായി ഒരു ക്യാരറ്റ് കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നേ. വാവ്, ക്യാരറ്റ് ഫ്ലേവർ ആണോ? ചുൽബുൾ അത് കണ്ട ഒരുപാട് സന്തോഷിക്കും. ഇപ്പൊ നിങ്ങൾ സംസാരിക്കേ. എന്തുമാത്രം വേണമെങ്കിലും സംസാരിച്ചോ, ഞാൻ അതെല്ലാം കേൾക്കാൻ പോവാ. ഈ ചുൾബുളിന്റെ വോയിസ് എവിടുന്നാ കേൾക്കുന്നേ? അതെ, എന്നെ രക്ഷിക്കേ. വീർ, ഞാനും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തോട്ടെ? അതെ, ഞാൻ ഒരുപാട് പാല് കുടിച്ച് നമ്പർ 1 ആയി വരും. വേണ്ട ചിണ്ടു, നീ ഒരു ജിന്നാണ്. നീ മാജിക് കാണിച്ച് ജയിക്കും. നോർമലായ ഏതൊരു കുട്ടിക്കും നിന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ നീ സമ്മതിക്കില്ലല്ലേ? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്നെ നിങ്ങൾക്കറിയില്ലേ? ഞാനാണ് ക്രോധി ഫയൽവാൻ. ഞങ്ങൾ ഈ കന്നുകാലി ഫാമില് എന്തിനാണ് ഇത്തരമൊരു മത്സരം നടത്തുന്നതെന്നറിയാമോ? നമ്മുടെ കുട്ടികൾ പാല് കുടിക്കുന്നത് ഒരു ശീലമാക്കാൻ വേണ്ടിയാ. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പാല് കുടിക്കുന്ന കുട്ടിയെ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ മത്സരം ആരംഭിക്കാം. തീർച്ചയായിട്ടും ആ ചക്കൻ ചിണ്ടു ആണെന്നാ തോന്നുന്നത്. സാധാരണ ഒരു കുട്ടിക്കും ഇത്ര പാല് കുടിക്കാൻ പറ്റില്ല. മതി പോലെ എതിർത്ത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പാലെല്ലാം തീർന്നു പോയിരിക്കുകയാണ്. അപ്പോ ഈ മത്സരത്തിലെ 1ാം സമ്മാനം നിനക്ക് ഞാൻ. സാറേ, ഈ കോമ്പറ്റീഷൻ ഫുർസത്ഗഞ്ചിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ്. ഫസ്റ്റ് പ്രൈസ് ബണ്ടിക്കാണ് കിട്ടേണ്ടത്. കാരണം ഈ ചക്കൻ ഫുർസത്ഗഞ്ചിലുള്ളതല്ല. എന്റെ പേര് പിണ്ടു എന്നാണ്. ഈ കോമ്പറ്റീഷൻ ഞാനാ ജയിച്ചത്. ഞാനാണ് വിന്നർ. അപ്പോ ഈ ചെറുക്കൻ പിന്റു ഫുർസത്ഗഞ്ചിൽ താമസിക്കുന്നവനല്ല. അതുകൊണ്ട് ഈ ചെറുക്കന് ഈ മത്സരത്തിൽ 1ാം സമ്മാനം കൊടുക്കാൻ സാധിക്കില്ല. എന്നാലും ഞങ്ങൾ അവന് ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഈ ട്രോഫിയാണത്. ഇത് ഈ മിടുക്കം പയ്യൻ പിന്റുവിനുള്ളതാണ്. ഇപ്പോ ഇവിടെ നടന്ന ഈ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയിരിക്കുന്നു നമ്മുടെ ബണ്ടി. ഞാൻ ജയിച്ചു. ഞാനിതാ വിജയിച്ചിരിക്കുന്നു. ഇൻഫോർമേഴ്സിൽ നിന്നും ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഫുർസത്ഗഞ്ചിൽ ദിവസവും ഓരോ വീടുകളിൽ നിന്നും പോത്തുകളെ കാണാതാവുകയാണ്. പോലീസ് ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും ഇതുവരെ കള്ളനെ പിടിക്കാനായിട്ടില്ല. ഇപ്പോൾ ന്യൂ ഡയറിയിൽ മാത്രമേ പോത്തുകളുള്ളൂ. അവിടെയാണ് ഇപ്പോൾ പോത്തുകളെ സംരക്ഷിക്കാൻ ഒരുപാട് ആളുകളുള്ളത്. ജനങ്ങൾ റോബോ ബോയിയോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കള്ളനെ പിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. റോബോ ബോയ്, ഒരുപക്ഷെ നീ ന്യൂസ് കാണുകയാണെങ്കിൽ സോ പ്ലീസ് ഹെൽപ്പ് ചെയ്യുക. അപ്പൂപ്പ, നമ്മളിപ്പോൾ എത്രയും പെട്ടെന്ന് ആ കള്ളനെ പിടിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും മോനെ? ചിണ്ടു ഉണ്ടല്ലോ, പാല് കൊണ്ട് നിറച്ച ഫുൾ ആൻഡ് ഫുൾ ഡയറി. ഇവനോട് പറ മാജിക് ചെയ്ത് പോത്തായി മാറി നിൽക്കാൻ. കള്ളൻ ഇവനെ കൊണ്ടുപോകുമ്പോ അവനതെല്ലാം കണ്ടിട്ട് നമ്മളെ വിളിച്ച് പറയും അല്ലേ?